സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചു ആക്കേണ്ടതിന് അതിരാവിലെ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകുന്നു. അപ്പോൾ ഇവിടെ പറയുക, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് രാവിലെ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകുന്നു. ആരാ വീട്ടുടയവൻ? ആരാ വീട്ടുടയവൻ? യേശു കർത്താവ്. ഏതാ മുന്തിരിത്തോട്ടം? ഇവിടെ ഇതെല്ലാം മുന്തിരിത്തോട്ടമാ. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരായിട്ട് ചിലരെ കർത്താവ് വിളിച്ച് തന്റെ രാജ്യത്തിലാക്കിയിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരായി വിളിച്ചവരാണ്. ഹല്ലേലൂയ. ചിലരിത് വായിക്കുമ്പോ നല്ല കാര്യം, ആരൊക്കെയോ വിളിച്ചു, വേലക്കാരോ നന്നായി, എന്തായാലും രാജാവിന് കുറച്ച് പണി എളുപ്പമായി. ഇത് ആലോചിച്ചിരിക്കുക, ഇത് നിന്നെ കുറിച്ചുള്ള വചനമാ. ഒരുവൻ നിനക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് രക്തം വാർത്ത് നിന്നെ വീണ്ടെടുത്തത് എന്തിനാണെന്ന് ഇവിടെ പറയുക. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് രക്തം വാർന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ഈ വേലയ്ക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുകയാ. മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ച് ആക്കേണ്ടതിന് ആ വീട്ടുടയവൻ അതിരാവിലെ പുറപ്പെട്ടു. അവനറിയാം ഈ മുന്തിരിത്തോട്ടത്തിൽ ഒരുപാട് വേലകളുണ്ട്. അത് തുടങ്ങി വെച്ചത് യേശു കർത്താവാണ്. ഇന്ന് യേശു കർത്താവ് പറയുക, ഞാൻ പോവുക, എന്നാൽ എന്റെ മക്കൾ ആ ജോലി പൂർത്തിയാക്കും. പ്രൈസ് ഗോഡ്. എന്താ ജോലികൾ മുന്തിരിത്തോട്ടത്തിൽ? ഒരു ജോലിയെങ്കിലും ഒന്ന് പറയാമോ? മുന്തിരി പറിക്കണം. മുന്തിരി പറിക്കുകയാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലി. ഓക്കെ. വൃത്തിയാക്കുക, മുന്തിരി പറിക്കുക, തടമെടുക്കണം, വെള്ളം ഒഴിക്കണം, വീഡ്സ്, കളകൾ ഉണ്ടെങ്കിൽ അത് പറിച്ച് കളയണം. വളരെ ഇമ്പോർട്ടന്റാ. കാരണം എന്താ, മുന്തിരി തോട്ടത്തിൽ കളകൾ വരും എന്ന് വെച്ച് മുന്തിരി കൃഷി ചെയ്യാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കളകൾ വരുമ്പോൾ അത് പറിച്ചു കളയണം. ഇനി ഫലം കായ്ക്കാത്ത കൊമ്പുകളെ മുറിച്ചു മാറ്റണം. ഇതെല്ലാം മുന്തിരിത്തോട്ടത്തിലെ വേലകളാ. ഇതൊക്കെ ഉപമയിൽ നമ്മൾ ഫിസിക്കലി കാണുന്ന, ഇതിന്റെ ആത്മീയമായി ഒന്ന് പറയാമോ ചില വേലകൾ? ഒരു മുന്തിരി ചക്കിലേക്ക് ശേഖരിച്ച് വെക്കുന്നത് പോലെ അനേകം ആത്മാക്കളെ ദൈവരാജ്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ ശേഖരിക്കണം. ഒരു മുന്തിരി പരിച്ചെടുത്ത് ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുന്നത് പോലെ ഒരു വ്യക്തിയെങ്കിലും സുവിശേഷം പറഞ്ഞ് ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നത് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ജോലിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിലെല്ലാം പോയി സുവിശേഷം പറയുക, സകല സൃഷ്ടികളോടും സുവിശേഷം പറയുക, അവരെ എന്റെ ശിഷ്യരാക്കുക, എന്റെ സാക്ഷികളാകുക, അവരെ വചനം പഠിപ്പിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം മുന്തിരിത്തോട്ടത്തിനകത്തെ വേലക്കാരുടെ ജോലികളാണ്. ഈ ജോലികൾക്ക് വേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്ത് മുന്തിരിത്തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്നത്. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടയവൻ, അതിരാവിലെ വളരെ നേരത്തെ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ ചേർക്കൽ തുടങ്ങി യേശു കർത്താവ്, അല്ലെങ്കിൽ ദൈവം പിതാവ്. അടുത്ത വചനം വായിക്കാം. ദിവസം ഒരു വെള്ളിക്കാശ് കൂലി നൽകാമെന്ന് സമ്മതിച്ച് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. കർത്താവ് ഈ വിളിച്ച വേലക്കാർക്കെല്ലാം, ഇംഗ്ലീഷിലാണെങ്കിൽ ദിനാറാന്ന ഒരു വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ അന്ന് ഇസ്രായേലിലുള്ള ഒരു ദിവസത്തെ കൂലിയാണ്. അവിടെ നമ്മൾക്കിപ്പോ കുറച്ചും കൂടെ സുപരിചിതമാണ് ഇപ്പോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണാം, ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിറയെ ജോലിക്ക് വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെയായിരുന്നു അന്നും. അപ്പോൾ നമുക്ക് ജോലിക്കാരെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോയി ആ ജോലിക്കാരെ വിളിച്ച് കൊണ്ടുവന്ന് ജോലി ചെയ്യിച്ച് അവർക്ക് ദിവസമുള്ള കൂലി കൊടുക്കാം. അപ്പൊ ആ കൂലി നിശ്ചയിച്ചു, ഒരു വെള്ളിക്കാശ്, ഒരു ദിനാറ, ഒരു ദിവസത്തെ വേതനം നിശ്ചയിച്ച് വീട്ടുടയവൻ ചിലരെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിലാക്കി വേലയ്ക്ക് വേണ്ടി നിശ്ചയിച്ചു. രണ്ടാം വചനം ഒന്നും കൂടെ വായിക്കാം. ദിവസം ഒരു വെള്ളിക്കാശ് കൂലി നൽകാമെന്ന് സമ്മതിച്ച് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3 മണി നേരത്ത് അവൻ പുറത്തു ചെന്നപ്പോൾ മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നോക്ക്, ഏകദേശം അപ്പൊ കുറച്ചുപേരെ ആദ്യമേ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്ക് വേണ്ടി ആക്കി വെച്ചു. 3 മണി നേരം എന്ന് പറഞ്ഞാൽ 9 മണി.
6 മണിക്കാണ് ആദ്യമായി പോയി വേലക്കാരെ വിളിച്ചത്. രണ്ടാമത് 9 മണിയായപ്പോൾ വീട്ടുടയവൻ ആദ്യം പോയി ആ സ്ഥലത്ത് നിൽക്കുന്ന ആളുകളെ, കുറച്ചു പേരെ കൂടെ ജോലിക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പോയി. നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവിൻ, ഞാൻ ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. നോക്ക്, ഞാൻ ന്യായമായത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവരോട് ഒരു വെള്ളിക്കാശാണോ പറഞ്ഞേ? അല്ല. ആദ്യം വിളിച്ചവനോട് ഒരു വെള്ളിക്കാശ് തീർത്ത് പറഞ്ഞു. കാരണം അവൻ അവിടുത്തെ ജോലി സമയം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാ. എത്ര മണിക്കൂറാ? 12 മണിക്കൂറാണ് ജോലി. ആദ്യം വിളിച്ചവൻ 6 മണിക്ക് ജോലിക്ക് ചേർന്ന് മുന്തിരിത്തോട്ടത്തിൽ വന്നു. അവൻ ഒരു ദിവസത്തെ മുഴുവൻ 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ ജോലി ചെയ്യണം. എപ്പോഴാ വൈകിട്ട് 6 മണി? കർത്താവ് വരുന്ന സമയം. ഹല്ലേലൂയ. നമ്മളെ ജോലിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുക. ഓ ലോർഡ് ജീസസ്, ഒരു സമയമുണ്ട് ജോലി തീരുന്നേ. നമുക്ക് കൂലി ലഭിക്കുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി 6 മണിക്ക് ചേർത്ത് വെച്ചവരുണ്ട്. അവർക്ക് 12 മണിക്കൂറാ ജോലി. 3-ാം മണി നേരം എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 9 മണിയായി രാവിലെ. അവരെ വിളിച്ചു. അപ്പോൾ കുറച്ചുപേരെ വിളിച്ചു കൊണ്ടുവരും. അവരോട് പറഞ്ഞത് ഒരു വെള്ളിക്കാശ് തരാമെന്നല്ല, നിങ്ങൾ വന്ന് ജോലി ചെയ്യ്, ഞാൻ ന്യായമായത് നിങ്ങൾക്ക് തരാം. കാരണം ഒരു ദിവസം ഇല്ല, 3 മണിക്കൂർ കുറഞ്ഞു അവരുടെ ജോലി. ന്യായമായത് തരാമെന്ന് പറഞ്ഞ് 9 മണിക്ക് കുറച്ചു പേര് കൂടെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു. അടുത്ത വചനം. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 6-ാം മണി നേരം എത്ര മണിയാ? 12 മണി. 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിയായി അവിടെ ചെന്നു, അതുപോലെ തന്നെ ചെയ്തു. കുറച്ചു പേരെ കൂടെ വിളിച്ചു കൊണ്ടുവന്നു. 9-ാം മണി നേരം എത്ര മണിയാ? 3 മണി. ഇനി എത്ര നേരമുണ്ട് ജോലി? 3 മണിക്കൂറും കൂടിയേ ജോലി തീരാനുള്ളൂ. 9-ാം മണി നേരം 3 മണിക്കും കുറച്ചു പേര് കൂടെ വിളിച്ചു കൊണ്ടുവന്ന് ജോലിക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിലാക്കി. തുടർന്ന് വായിക്കാം. 11-ാം മണി നേരത്ത് ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിനെന്ന് അവരോട് പറഞ്ഞു. സ്തോത്രം. 11-ാം മണി നേരം. 3 മണിക്ക് കുറച്ചു പേര് കൂടെ ആക്കി. എത്ര മണിയാ 11-ാം മണി? 11-ാം മണിക്കൂർ നേരം. 9-ന് വിളിച്ചു, 5. കാരണം 9 കഴിഞ്ഞ 2 മണിക്കൂർ 11. അതായത് 3 കഴിഞ്ഞ 2 മണിക്കൂർ 5. മനസ്സിലാവുന്നുണ്ടോ? മറ്റേതൊക്കെ 3 മണിക്കൂർ ഇടവിട്ടാ വിളിച്ചിരുന്നേ. 6 മണിക്ക് തുടങ്ങി, 9 മണിക്ക് വിളിച്ചു, 12 മണിക്ക് വിളിച്ചു, 3 മണിക്ക് വിളിച്ചു. 3 മണിക്കൂർ ഇടവിട്ടായിരുന്നു വിളിച്ചിരുന്നത്. ഇപ്പൊ വിളിച്ചതോ 9 കഴിഞ്ഞ് 11, 2 മണിക്കൂർ. അതായത് 5 മണി നേരം വന്ന് വിളിച്ചിരിക്കുക. എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ കുറെ പേര് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാ നോക്ക്, അവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. അവര് തിരിച്ചു പോയിട്ടില്ല. എന്തിനായിരിക്കും അവര് നിൽക്കുന്നത്? 1 മണിക്കൂറും കൂടി ഇനി ഉള്ളൂ 6 മണിയാവാൻ, ജോലി സമയം തീരാൻ. എന്നിട്ടും അവിടെ കുറച്ചു പേര് നിൽക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പറഞ്ഞു, ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളും ജോലിക്ക് വേണ്ടി മുന്തിരിത്തോട്ടത്തിലേക്ക് വരിക. അങ്ങനെ 5-ാം മണി, അതായത് 5 മണിക്കും 1 മണിക്കൂർ കൂടെ ഉള്ളപ്പോഴും കുറച്ചു പേരെ വീട്ടുടയവൻ വിളിച്ച് ജോലിക്ക് വേണ്ടി ആക്കി വെച്ചു. സ്തോത്രം. വായിക്കാം. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട്, വേലക്കാരെ വിളിച്ച് പിൻപന്മാർ മുതൽ മുൻപന്മാർ വരെയുള്ളവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. സന്ധ്യയായപ്പോൾ 6 മണിയായി എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വരവും നമ്മുടെ ജോലി തീരുന്ന സമയം. ഹല്ലേലൂയ. ചിലര് മുൻപേ ജോലി തീർത്തു വെച്ചിരിക്കുക. അങ്ങനെയല്ല, ജോലി 6 മണിക്കേ തീരുള്ളൂ. നമ്മൾ എത്ര മണിക്ക് കയറിയാലും, ചിലർ 6 മണിക്ക് കയറിയവരുണ്ടാവും, ചിലര് 9 മണിക്ക് കയറിയവരുണ്ടാവും. എപ്പോ കയറിയാലും ജോലി തീരുന്നത് 6 മണിക്കാ. അതുവരെ ജോലി തുടർന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ജോലി തീരുന്ന സമയം, യേശുവിന്റെ വരവിൽ ഈ വിളിച്ചു ചേർത്ത എല്ലാവർക്കും പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. 6 മണിയായി വീട്ടുടയവൻ ചെയ്തത് പിൻപന്മാർ മുതൽ മുൻപന്മാർ വരെ ഉള്ളവർക്ക് കൂലി കൊടുക്കുക. ആദ്യം കൂലി കൊടുക്കുന്ന ആർക്കാ? പിൻപന്മാർ എന്ന് പറഞ്ഞാൽ 5 മണിക്ക് വന്നവർക്ക് ആദ്യം കൂലി കൊടുക്കുന്നത്. 6 മണി മുതൽ ജോലി ചെയ്തവൻ അവിടെ നിൽക്കുക. ഹല്ലേലൂയ. എന്നാൽ കൂലി ആദ്യം കൊടുക്കുന്നത് 5 മണിക്ക് വന്നവനാ. പിൻപൻ ഏറ്റവും അവസാനം വന്നവന് ആദ്യം കൂലി കൊടുക്കുക.
അങ്ങനെ കൊടുത്ത് 5 മണിക്ക് വന്നവൻ, 3 മണിക്ക് വന്നവൻ, 12 മണിക്ക് വന്നവൻ, 9 മണിക്ക് വന്നവൻ, അവസാനമാണ് 6 മണിക്ക് ജോലി തുടങ്ങിയെന്നവന് കൂലി കൊടുക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. യേശു കർത്താവ് രണ്ടാമത് വരുമ്പോൾ കൂലി നൽകുന്ന ഒരു സമയമുണ്ട്. മാലാഖമാരോട് നമ്മളുടെ നിരത്തി നിർത്തി നമുക്ക് എല്ലാവർക്കും പ്രതിഫലം തരുന്ന ദിവസം. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയും. പ്രൈസ് ഗോഡ്. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഒരു വെള്ളിക്കാശ് വാങ്ങി, ഒരു ദിനാറ വാങ്ങി. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ജോലി ചെയ്തവർ എത്ര വാങ്ങിച്ചു? ഒരു ദിവസത്തെ മുഴുവൻ കൂലി വാങ്ങിച്ചു. ഒരു ദിവസത്തെ മുഴുവൻ കൂലി നിശ്ചയിച്ചത് 1 ദിനാറ, ഒരു വെള്ളിക്കാശാണ്. അത് 5 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്തവർക്ക് 1 വെള്ളിക്കാശ് കൂലി ലഭിച്ചു. ഇതാദ്യം ഈ 5 മണിക്ക് വന്നവനാ കൂലി കൊടുക്കുന്നത്. അവർക്ക് 1 വെള്ളിക്കാശ് കൊടുത്തു. അടുത്ത വചനം. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം ലഭിക്കുമെന്ന് നിരൂപിച്ചു. സ്തോത്രം. അപ്പോൾ 5 മണിക്ക് വന്നവന് 1 വെള്ളിക്കാശ് കൊടുക്കുന്നു. പിന്നെ 3 മണിക്ക് വന്നവൻ, അവർക്കൊക്കെ കൊടുത്ത് ഏറ്റവും മുൻപ് വന്നത് 6 മണിക്ക് വന്ന ആളുകൾ എന്ത് വിചാരിച്ചു? സ്വാഭാവികമായിട്ടും അവർ എന്ത് വിചാരിക്കും? 5 മണിക്ക് വന്നവന് 1 വെള്ളിക്കാശ് കിട്ടിയെങ്കിൽ എനിക്ക് അധികം കിട്ടുമെന്ന് അവർ വിചാരിച്ചു. ശരിയല്ലേ ആ വിചാരം? 5 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്ത് 1 മണിക്കൂർ ജോലി ചെയ്തവൾക്ക് 1 ദിനാറ കൊടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അത് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. ഓക്കെ, അടുത്ത വചനം. അവർക്കും ഓരോ വെള്ളിക്കാശ് ലഭിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശാണ് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ജോലി ചെയ്തവനും 4 മണിക്കൂർ ജോലി ചെയ്തവനും 7 മണിക്കൂർ ജോലി ചെയ്തവനും അതുപോലെ 12 മണിക്കൂർ ജോലി ചെയ്ത എല്ലാവർക്കും ഒരേ വെള്ളിക്കാശാണ് ലഭിച്ചത്. ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ ഞാനൊരു ചെറിയ കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ചിലർ ഈ വചനം വായിക്കുമ്പോൾ, ഈ ഉപമ വായിക്കുമ്പോൾ ചിന്തിക്കും ദൈവരാജ്യത്തിൽ എല്ലാവർക്കും ഒരേ പ്രതിഫലമാണെന്ന്. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാവർക്കും ഒരേ പ്രതിഫലം. ഇതിവിടെ പറയുന്നത് രക്ഷയെക്കുറിച്ചാണ്. രക്ഷ ഏത് സമയത്ത് വന്നവനും ഒരുപോലെയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ വരവിന്റെ കുറച്ചു മുൻപ് രക്ഷയിലേക്ക് വന്നവനും വളരെ നാളുകൾക്ക് മുൻപ് രക്ഷയിലേക്ക് വന്നവർക്കും സ്വർഗരാജ്യം ഒരുപോലെ ലഭിക്കും. ഹല്ലേലൂയ. കാരണം അത് അവരുടെ പ്രവൃത്തികൾ നോക്കിയേ അല്ല, അത് കൃപയായതുകൊണ്ട്, അത് കർത്താവിന്റെ കരുണയായതുകൊണ്ട്, അത് കർത്താവ് നേടി സൗജന്യമായി നൽകുന്നത് കൊണ്ട് അവസാനം വരുന്നവനും ആദ്യം വരുന്നവനും ഒരുപോലെ സ്വർഗരാജ്യം ലഭിക്കും. ഹല്ലേലൂയ. കരങ്ങളൊന്നും നന്നായി അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇവിടെ പറയുന്നത് സ്വർഗരാജ്യം എന്ന വാഗ്ദാനത്തെ കുറിച്ചാണ്. അതെല്ലാവർക്കും ഒരുപോലെ ലഭിക്കും. എന്നാൽ സ്വർഗരാജ്യത്തിലുള്ള റിവാർഡുകൾ നമ്മൾ ദൈവരാജ്യത്തിൽ വന്നതിന് ശേഷം, രക്ഷയിൽ വന്നതിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും സാക്രിഫൈസും അനുസരിച്ച് വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. ഈ വായിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ വായിക്കാം. 19-ാം അധ്യായം, അതായത് തൊട്ട് മുൻപിൽ ഉള്ള അധ്യായം 29-ാം വചനം വേഗം വായിക്കാം. എന്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചവന് എല്ലാം 100 മടങ്ങ് തിരികെ ലഭിക്കും. അവർക്ക് 100 മടങ്ങ് തിരികെ ലഭിക്കും. അവൻ നിത്യജീവനെ അവകാശമാക്കും. ഇത് നിത്യജീവനെ അവകാശമാക്കുന്നതിനെ പറ്റിയാ. പക്ഷെ നമ്മൾ പലതും ത്യജിക്കുന്നത്, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന എല്ലാം കർത്താവ് അത് കണക്കിട്ട് വെച്ച് പലർക്കും പല പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. ഹല്ലേലൂയ. അത് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഈ ഉപമയിലേക്ക് വരാം. സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും സ്വർഗരാജ്യം വാഗ്ദാനമായി നൽകി, ഒരേപോലെ വാഗ്ദാനമായി ഈ പണിതവർക്ക് നൽകി. അപ്പോൾ അടുത്ത വചനം വായിക്കാം. ഈ പിൻപന്മാർ 1 മണിക്കൂർ മാത്രമല്ലേ വേല ചെയ്തുള്ളൂ? നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വചനം. അവരിൽ ഒരുവനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞ് സമ്മതിച്ചതല്ലയോ? സ്തോത്രം. നോക്ക്, ഈ മുമ്പന്മാർ രാവിലെ മുതൽ ജോലി ചെയ്തവർ ഇങ്ങനെ പറഞ്ഞു, ഈ പിൻപന്മാർ
1 മണിക്കൂർ മാത്രമേ വേല ചെയ്തുള്ളൂ. 5 മണിക്ക് വന്നു, 6 മണി വരെ ജോലി ചെയ്തുള്ളൂ. നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ എത്രയോ നാളുകളായി ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നു, എത്രയോ നാളുകളായി ദൈവരാജ്യത്തിൽ ഇങ്ങനെ വളരെ ഭക്തിയോടെ നിൽക്കുന്നു, എത്രയോ നാളുകളായി ലോകത്തിലെ പല സുഖ സൗകര്യങ്ങളുമെല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. ലോകത്തിലെ പലതിനേക്കും ഞാൻ പോകുന്നില്ല, പല ചൂട് വന്നു, ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നതിന് ഭാരം വന്നു, എന്നിട്ട് എത്രയോ വർഷങ്ങളായി ഞാൻ ഈ വേദനകളും ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നു, എന്നിട്ട് ഇപ്പോൾ വന്ന ഒരുവനോട് എന്നെ തുല്യനാക്കിയല്ലോ. ഇതാണ് ഇവിടുത്തെ വിഷയം. സ്തോത്രം. അങ്ങനെ ചോദിച്ചു. അതിനുള്ള ഉത്തരം കർത്താവ് പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല, നീ എന്നോട് ഒരു പണം പറഞ്ഞ് സമ്മതിച്ചതല്ലയോ? നോക്ക്, കർത്താവ് പറയുക, ഞാൻ നിന്നോട് എന്ത് അന്യായമാണ് ചെയ്തത്? നീ 6 മണിക്ക് ജോലിക്ക് വന്നപ്പോൾ 1 ദിനാറ കൂലി പറഞ്ഞ് സമ്മതിച്ചതല്ലയോ? അത് ഞാൻ നിനക്ക് തന്നു. സ്തോത്രം. അതിലൊരു അന്യായവുമില്ല. എന്തിനാണ് നീ 1 മണിക്കൂർ ജോലി ചെയ്തവന് ഇത് തന്നെ കൊടുത്തതിൽ പരാതിപ്പെടുന്നത്? എന്തിനാണ് നീ അതിൽ പിറുപിറുക്കുന്നത്? എന്തിനാണ്? അടുത്ത വചനം വായിക്കാം. നിനക്കുള്ളത് വാങ്ങി പൊയ്ക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളത് എന്റെ മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനായതുകൊണ്ട് നിനക്ക് അസൂയ തോന്നുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും. സ്തോത്രം. നിനക്കുള്ളത് വാങ്ങി പോയിക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കുള്ളത് എൻ്റെ മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനായതുകൊണ്ട് നിനക്ക് അസൂയ തോന്നുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. എങ്ങനെയാണ് ഈ മുൻപ് വന്നവർ പിമ്പന്മാരായത്? എന്തുകൊണ്ടായത്? എന്തുകൊണ്ടായി? അവർ മുൻപ് വന്നതുകൊണ്ടായതല്ല. മുൻപേ ദൈവരാജ്യത്തിൽ വന്നതുകൊണ്ട് അവർ പിൻപന്മാരാവുകയല്ല ചെയ്തത്. അവർ പിറുപിറുത്തു, അവർ അസൂയയോടെ നോക്കി. ഇപ്പോൾ വന്ന ഇവർക്കും ഞങ്ങളുടെ അതേ പദവി, ഞങ്ങളുടെ അതേ പ്രിവിലേജസ് കൊടുത്തല്ലോ. ഞങ്ങൾ മുൻപേ ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചവരല്ലേ? ഇപ്പോൾ വന്നവർക്ക് നീ എന്തിനാണ് ഞങ്ങളുടേത് അത്രയും കൊടുത്തത് എന്ന അസൂയയോടെയുള്ള നോട്ടം, പിറുപിറുപ്പ്. അതുകൊണ്ടാണ് മുൻപേ വന്നവർ പിൻപേ ആയി പോയത്. കർത്താവ് ചോദിക്കുകയാണ്, എനിക്കുള്ളത് എനിക്ക് ഇഷ്ടം പോലെ കൊടുക്കുവാൻ എനിക്ക് ന്യായമില്ലയോ? നോക്ക്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം ഒരു ഡെമോക്രസി അല്ല. നമ്മുടെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ നീതി നടപ്പാക്കാൻ നോക്കുക. എല്ലാത്തിലും ന്യായം നോക്കണം, നീതി നോക്കണം. ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. നീതിയല്ല ഇത്. നമ്മൾ നീതി നോക്കാൻ ആരുമല്ല. ഹല്ലേലൂയ. ഇത് രാജാവ് നിശ്ചയിക്കുന്നതാണ്. ഹല്ലേലൂയ. രാജാവിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. പലതും നമ്മൾ ന്യായം നോക്കി, നീതി നോക്കി, ചിലരുടെ വിഷയത വലിയ ന്യായത്തിന്റെ പോയിന്റ് അങ്ങ് പിടിക്കുക. സ്തോത്രം. ദൈവരാജ്യം ജനാധിപത്യത്തിലല്ല നടക്കുന്നത്. അത് ദൈവത്തിന്റെ ഹൃദയമനുസരിച്ചാണ് നടക്കുന്നത്. അത് പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഇവിടെ തന്നെ നമ്മൾ എത്ര ആലോചിച്ചാലും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ ചെയ്തു എന്ന്? ഇത് മുഴുവൻ മനസ്സിലാക്കുന്നത് വരെ സമരം ചെയ്യലല്ല. എൻ്റെ കർത്താവാണ് അത് ചെയ്തത്. ആമേൻ. അതിൽ എന്തെങ്കിലും ഒരു ന്യായം കർത്താവിന് കാണുവാനുണ്ട്. ആമേൻ. ഇത് പറയുന്നത് ദൈവരാജ്യത്തിലെ രാജാവാണ്. ആമേൻ. കർത്താവേ, അവൻ എന്നോട് അന്യായമൊന്നും ചെയ്തില്ലല്ലോ, അതെനിക്ക് മതി. ആമേൻ. ആ ദൈവരാജ്യത്തിന്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതിലും വളരെ അധികമാണ്. പ്രൈസ് ഗോഡ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് ഞാൻ എവിടെയും കേട്ടതെന്നല്ല, ഇത് എൻ്റെ ആലോചന. നിങ്ങൾക്ക് എടുക്കാം, എടുക്കാതിരിക്കാം.
പ്രൈസ് ഗോഡ്. ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കാം കർത്താവ് അങ്ങനെ ചെയ്തത്? കാരണം എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് എല്ലാത്തിലും നീതി നടപ്പാക്കുന്നവനാ. ദൈവനീതിയാ നടപ്പാക്കുന്നത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ദൈവനീതി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ആത്മാവിൽ പ്രകാശനം ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവ സഭയോട്, ദൈവരാജ്യത്തോട് ചേർന്ന് കീഴ്പ്പെട്ടിരിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാത്തിലും നമ്മൾ നമ്മളുടെ ന്യായം ആലോചിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ഉള്ളത്തിൽ കിട്ടിയ ഒരു വെളിപാട് ഞാൻ പറയാം. ഹല്ലേലൂയ. ഇത് ഞാൻ ഇപ്പോഴേ പറയുക, ഇത് നിങ്ങൾ എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ എവിടെയും വായിച്ചതോ ഒന്നുമല്ല, അതെൻ്റെ ഉള്ളത്തിൽ ലഭിച്ചതാ. അതുകൊണ്ട് ഞാനതൊരു പേഴ്സണൽ ഇതായിട്ട് പറയാം. നോക്ക്, ആദ്യമേ വന്നവർ, ഇത് ഞാൻ എവിടെയും കേട്ടതുമല്ല, എനിക്കിതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒന്നും, നിങ്ങൾ ചോദിക്കുകയാണ് ഇതിനെന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. എൻ്റെ ഉള്ളത്തിൽ എനിക്ക് തെളിഞ്ഞത് ഞാൻ പറയുക. നോക്ക്, ദൈവം എല്ലാം പദ്ധതി പ്രകാരം ചെയ്യുന്നവനാണ്. ഞാൻ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ കാഴ്ചയാണ് ആത്മാവിലുള്ള. ഞാൻ വീണ്ടും വീണ്ടും പറയാതെ എന്നെ ചോദ്യം ചെയ്യാനോ ഇതിനൊന്നും വരരുത്. അത് അങ്ങനെയല്ല നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കുഴപ്പമില്ല, ഈ വചനം നിങ്ങളോടും സംസാരിക്കും. നോക്ക്, ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എല്ലാം പദ്ധതി പ്രകാരം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് വ്യക്തമായ പദ്ധതി എല്ലാത്തിനെ കുറിച്ചും ഉണ്ട്. കർത്താവ് 6 മണിക്ക് ചിലരെ വിളിച്ചെങ്കിൽ കർത്താവ് വിശ്വസിച്ചത് ആ വേലക്കാർ ആ ജോലി പൂർത്തിയാക്കുമെന്ന് തന്നെയാ. ഹല്ലേലൂയ. അല്ലാതെ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും 5 മണിക്കും പോയി വിളിക്കണമെന്നല്ല കർത്താവിന്റെ പദ്ധതി. കാരണം ഈ വേലക്കാരൊക്കെ അവിടെ അവൈലബിളാ. കർത്താവ് കൃത്യമായി കണക്കുള്ളവനാ. ഇത്ര ആളുകളെ വിളിച്ചാൽ ഈ സമയം കൊണ്ട് എന്റെ വേല പൂർത്തിയാക്കാം എന്ന കണക്ക് കർത്താവിനുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് പറയാം. ആദ്യം 6 മണിക്ക് വിളിച്ച് കുറെ പേരെ ചേർത്തു. ഹല്ലേലൂയ. അവർ കർത്താവ് പറഞ്ഞതുപോലെ ആ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് വീണ്ടും പോയി രണ്ടാമത് വിളിക്കേണ്ടി വരികയില്ലായിരുന്നു. എന്നാൽ മുന്തിരിത്തോട്ടത്തിൽ വേലയ്ക്കായി വിളിച്ചവർ, അവർ വേല ചെയ്യാതെ അവർ അവിടുത്തെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, ആ മുന്തിരിത്തോട്ടത്തിൽ ആളുകളെ നോക്കി മറ്റു വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് വേലയിൽ ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് വേല തീരുകയില്ലെന്ന് കർത്താവിന് മനസ്സിലായി. ഹല്ലേലൂയ. കാരണം വരണ്ട 6 മണിക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു 9 മണിക്ക് വീണ്ടും പോയി വേലക്കാരെ ചേർത്തു. വീണ്ടും കർത്താവ് വിശ്വസിച്ചു. ഈ 9 മണിക്ക് ചേർത്ത വേലക്കാർ ഉത്സാഹത്തോടെ ജോലി ചെയ്ത് ആ വേലകൾ, ആ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു നമ്പറുണ്ട് ദൈവരാജ്യത്തിൽ, നിത്യജീവിതം. നോക്ക്, നിത്യമായി ജീവിക്കുമ്പോൾ മുൻപേ ഉൽപ്പത്തിയിലെ കർത്താവ് ഒരു നമ്പർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത്ര പേരുമായിട്ടാണ് ദൈവരാജ്യത്തിൽ നിത്യമായി ജീവിതം. ആ എണ്ണം തികയുന്നത് വരെ കർത്താവിന്റെ വരവ് വൈകും. ആ എണ്ണം തികയ്ക്കുവാനാണ് വേലക്കാരെ വിളിച്ച് വേലയ്ക്കായി ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വേലക്കാർ വേല ചെയ്യാതെ മറ്റ് പല കാര്യങ്ങളും നോക്കി നടക്കുന്നത് കൊണ്ട് 9 മണി കഴിഞ്ഞു 12 മണിക്കും കർത്താവിന് പോയി വിളിക്കേണ്ടി വന്നു. കാരണം എന്താ? ആളുകളില്ലാഞ്ഞിട്ടല്ല, വേലക്കാരുടെ എണ്ണവും ജോലിയുടെ കണക്കും കറക്റ്റാ. എന്നാൽ വേലക്കാർ വേല ചെയ്യുന്നില്ല. അവർക്ക് ഏൽപ്പിച്ച താലന്തുകൾ അവർ ഉപയോഗിക്കുന്നില്ല. അവർ പലരും താലന്തുകളെ കുഴിച്ചിട്ട് കൊണ്ടിരിക്കുക. അവർ പലരും പല കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് 9 മണി 12 മണിക്കും വേലക്കാരെ ചേർക്കേണ്ടി വന്നു. ഹല്ലേലൂയ. 3 മണിയായി, വേല തീരുകയില്ലെന്ന് കർത്താവിന് മനസ്സിലായി. 6 മണിക്ക് രണ്ടാം വരവ് വരാനുള്ളതാ. 3 മണിക്കും വീണ്ടും കുറെ വേലക്കാരെ കൊണ്ട് ചേർത്തു. ഇനി 1 മണിക്കൂർ കൂടി ഉള്ളപ്പോൾ, അന്ത്യകാലത്തിന്റെ അവസാന സമയം, അവിടെ നിൽക്കുന്ന പലരെയും കർത്താവ് ഒന്ന് ചേർക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും വ്യഭിചാരികളാണ്, കൊള്ളക്കാരാണ്, അവർ കൊള്ളരുതാത്തവരാണ്, അവർക്ക് ഒന്നും ന്യായം പറയുവാനില്ല, അവർക്ക് കുടുംബ മഹിമയില്ല, ഞങ്ങൾ ഇത്രയും വർഷം കർത്താവിന് വേണ്ടി നിന്നവരാണ്. എന്നാൽ കർത്താവിന്റെ കരുണ ഇറങ്ങി വന്ന് അവിടെയുള്ള പലരെയും ദൈവരാജ്യത്തിലേക്ക് ചേർത്ത് തന്റെ വേലയെ അവൻ പൂർത്തിയാക്കും. ഹല്ലേലൂയ. നമ്മൾ ലജ്ജിച്ച് നിൽക്കേണ്ട സമയങ്ങൾ വരും. വേല ചെയ്യാതെ ഇരിക്കുന്നവരെല്ലാം ലജ്ജിക്കും. ഒരു കാര്യം കൂടെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഇതിനും എനിക്ക് നിങ്ങൾക്ക് ഒരു ഉറപ്പും തരാനില്ല. ഈ 5 മണി മുതൽ 1 മണിക്കൂർ ജോലി ചെയ്തവർ, ഒരു പക്ഷേ കൊള്ളരുതാത്തവരെന്ന് ലോകം വിളിച്ചവർ, ഒരു കാലത്തും ദൈവരാജ്യത്തിൽ വരികയില്ലെന്ന് വിളിച്ചവർ, കരുണ കർത്താവിന്റെ അത്ര വലുതായതുകൊണ്ട് അവസാന സമയത്ത് കർത്താവ് ചേർത്തു.
ഞാൻ വിശ്വസിക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് അവർ ഈ ദിവസത്തെ മുഴുവൻ വേല ചെയ്യുന്ന അത്രയും തീക്ഷ്ണതയിൽ ദൈവവേല ചെയ്തിരിക്കണം. അവർ ഓടി നടന്ന് സുവിശേഷം പറഞ്ഞിരിക്കണം. അവർ സ്വയം എന്ന് വിചാരിക്കാതെ അവർ സ്വയം ത്യാഗം ചെയ്ത് അനേകർക്ക് വേണ്ടി ജീവനെ കളയുവാൻ ഓടി നടന്ന് വേല ചെയ്തവരായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം എൻ്റെ കർത്താവ് ന്യായമുള്ള കർത്താവ്. ഹല്ലേലൂയ. അവസാനം വിളിച്ചു ചേർത്തവർ അതുപോലെ അധ്വാനിച്ചു കാണണം. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മളെ കർത്താവ് കൃപയാൽ ആദ്യമേ വിളിച്ചു. നമ്മളിങ്ങനെ വളരെ ലാഘവത്തോടെ അങ്ങനെ വിളിച്ചു, മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച്, മറ്റു വിഷയങ്ങൾ അന്വേഷിച്ച് അല്ല. കർത്താവിന്റെ വചനം അനുസരിക്കുവാൻ, എന്നെ കൊണ്ട് ഒരുവനോട് സുവിശേഷം പറയുവാൻ കഴിയുമെങ്കിൽ അവനോട് സുവിശേഷം പറയുവാൻ, മറ്റു കാര്യങ്ങൾ പറയുവാനല്ല, സുവിശേഷം പറയുവാൻ, യേശു കർത്താവിനെ കുറിച്ച് പറയുവാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും പറയുവാനുമല്ല, യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുവാൻ. ഹല്ലേലൂയ. ഒരുവനോട് നിന്റെ ജീവിത സാക്ഷ്യം പറയുവാൻ, ഒരുവനെ വചനം പഠിപ്പിക്കുവാൻ, അനേകരുടെ മുൻപിൽ നിന്റെ എളിമയെ കാട്ടുവാൻ, പിറുപിറുപ്പില്ലാതെ കുറ്റം പറയാതെ കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ ഇരിക്കുവാൻ കർത്താവ് ചിലരെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. നമ്മളാ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ മുൻപേ കർത്താവ് വിളിച്ചു ചേർത്തതാ. അന്ത്യകാലത്തിന്റെ അടുക്കൽ വരുമ്പോഴേക്കും നമ്മൾ കാണും അനേകരെ കർത്താവ് ദൈവരാജ്യത്തിലേക്ക് വിളിച്ചു ചേർക്കും. അപ്പോൾ നമ്മൾ ലജ്ജിച്ച് നിൽക്കാൻ ഇടവരാതെ, കർത്താവെ എന്നെ ഉപയോഗിക്കണമേ എന്നൊന്ന് പറഞ്ഞ്, ഒന്ന് കരമുയർത്തി പറഞ്ഞ്, കർത്താവെ എന്നെ ഉപയോഗിക്കണമേ, വചനം പറയുവാൻ എന്നെ ഉപയോഗിക്കണമേ, അനേകരുടെ കണ്ണുനീർ ഒപ്പുവാൻ എന്നെ ഉപയോഗിക്കണമേ, കർത്താവെ അനേകരുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ.